ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പഠിക്കാനുള്ളത് 8th ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ചലനവും ബലവും എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ സിലബസിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ചലനവും ബലവും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ചലനത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നിത്യജീവിതത്തിൽ നാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. ഓടുക, കളിക്കുക, നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നാം ചലിക്കുകയാണ്. പക്ഷി പറക്കുന്നത്, കാർ ഓടുന്നത്, മരത്തിലെ ഇലകൾ കാറ്റിലാടുന്നത് ഇവയെല്ലാം ചലനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ചലനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാം? അതിന്റെ സ്ഥാനം മാറുമ്പോഴാണല്ലേ ആ ഒരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ശരിക്കും നമുക്കൊരു വസ്തു ചലനാവസ്ഥയിലാണോ എന്ന് അറിയണമെങ്കിൽ അതിനൊരു റെഫറൻസ് ആയിട്ട് മറ്റൊരു വസ്തുവിനെ എടുക്കേണ്ടി വരും. അതായത് ജയന്റ് വീലിൽ ഇരിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ അപേക്ഷിച്ച് എന്താണ്? നിശ്ചലാവസ്ഥയിലാണല്ലേ. എന്നാൽ തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് അവര് ചലനാവസ്ഥയിലാണ്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ഈ ഒരു ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തന്നെ എന്താണ്? കറങ്ങുന്ന ജയന്റ് വീലിലെ കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. അവിടെ എന്താണ്? സ്ഥാനമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് അവര് ചലനാവസ്ഥയിലാണ്. അതുപോലെ തന്നെ കുതിര സവാരി ചെയ്യുന്ന ആള് കുതിരയെ അപേക്ഷിച്ച് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവര് ചലനാവസ്ഥയിലുമാണ്. അടുത്തത് പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല. കിളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? സ്ഥാനമാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലേ. അവർ തമ്മിലുള്ള കിളിയും ആ ഒരു മരച്ചില്ലയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നും മാറുന്നില്ല. അപ്പൊ കിളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയിൽ നിൽക്കുന്ന ഒരാൾ എന്താണ്? അവർ രണ്ടും ചലനാവസ്ഥയിലാണ് അല്ലെ. അപ്പൊ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. അതുപോലെ തന്നെയാണ് സൗരയൂഥത്തിലെ ഭൂമി. സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? ഭൂമി ചലനാവസ്ഥയിലാണ് അല്ലെ. സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലെ ഭൂമി. അപ്പൊ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ചലനാവസ്ഥയിലാണ്. എന്നാൽ ചന്ദ്രനെ അപേക്ഷിച്ച് ഭൂമി നിശ്ചലാവസ്ഥയിലാണ്. കാരണം എന്താണ്? ഭൂമി പരിക്രമണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ്? ഭൂമിയുടെ ചുറ്റും ചന്ദ്രനും പരിക്രമണം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. അപ്പൊ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലനാവസ്ഥയിലും അതുപോലെ ചന്ദ്രനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുമാണ്. അതുപോലെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി എന്താണ്? ലോറിയെ അപേക്ഷിച്ച് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. അപ്പോൾ ഇരുഭാഗത്തുമുള്ള മരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ചലനാവസ്ഥയിലാണ്. ഇനി മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ അപേക്ഷിച്ച് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവര് ചലനാവസ്ഥയിലാണ്. ഈ ഒരു ടേബിൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കണം. ഈ ഒരു അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോ സൗരയൂഥത്തില് ഭൂമി കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അവിടെ അവലംബക വസ്തു ആയിട്ട് എടുത്തിട്ടുള്ളത് സൂര്യനെയാണ്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണ് എന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് എന്നും പറയാം. ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു സ്ഥാനമാറ്റത്തിന്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്താന്നാണ് ഇനി നോക്കാനുള്ളത്. ദൂരം ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. 400 മീറ്റർ ട്രാക്കിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കിയ ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. 400 മീറ്ററിലുള്ള ട്രാക്കാണ് അല്ലെ. ഈ ഒരു ട്രാക്ക് 2 റൗണ്ട് പൂർത്തിയാക്കാൻ ഓട്ടക്കാർ 800 മീറ്റർ ആയിരിക്കും അല്ലെ സഞ്ചരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ കേട്ടോ. അപ്പൊ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ SI യൂണിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താണിത്? ഓഡോമീറ്റർ ആണ് അല്ലെ. ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ് എന്ത്? ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണെന്ന് നമുക്കറിയാലേ. ഇനി ഒരു ട്രെയിൻ A മുതൽ F വരെ സഞ്ചരിക്കുന്ന റെയിൽ പാതയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ട്രെയിൻ സഞ്ചരിച്ച ദൂരം പട്ടികപ്പെടുത്താനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എയിലായിരിക്കുമ്പോൾ അതുപോലെ ബിയിലായിരിക്കുമ്പോഴൊക്കെ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് അല്ലെ ദൂരം എന്ന് പറഞ്ഞാലും.
എ എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അല്ലേ, അവിടെ 0 ആയിരിക്കില്ലേ ദൂരം. അതുപോലെ ബിയിലെത്തുമ്പോൾ 60 കിലോമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട്, സിയിലെത്തുമ്പോൾ 110 കിലോമീറ്റർ, അതുപോലെ ഡിയിലെത്തുമ്പോൾ 150 കിലോമീറ്റർ. അങ്ങനെ എഫിലെത്തുമ്പോൾ എത്രയാണ്? 320 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എ മുതൽ എഫ് വരെയുള്ള ഈ ഒരു പാതയുടെ നീളമായിരിക്കില്ലേ 320 എന്നുള്ളത്. അതായത് ഇത്രയും ദൂരമാണ് അവർ സഞ്ചരിച്ചിട്ടുള്ളത്, ഈ ഒരു ട്രെയിൻ സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വേഗം എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ എങ്ങനെയായിരിക്കും വിജയിയെ കണ്ടെത്തിയിട്ടുണ്ടാവുക? കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 100 മീറ്റർ ഓടിയെത്തിയ കായിക താരമായിരിക്കില്ലേ വിജയായിട്ടുണ്ടാവുക. ഇനി ഇവിടെ വേഗത്തിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. വേഗത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ദൂരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പാതയുടെ, ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറഞ്ഞാല്. എന്നാൽ ഈ ഒരു യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് എന്ത്? വേഗം എന്ന് പറഞ്ഞ കേട്ടോ. വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ വേഗത്തിന് SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗം സാധാരണയായിട്ട് കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കാറുള്ളത്. ഇനി ഇവിടെ കിലോമീറ്റർ പെർ അവർ അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് എന്നിവ തമ്മിലുള്ള ഒരു ബന്ധമാണ് കൊടുത്തിട്ടുള്ളത്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. അപ്പൊ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമ്മുടെ മാത്സിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇനി എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സഞ്ചരിച്ചു. എന്നാൽ ബി എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചത്? നമുക്കറിയാം ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അല്ലെ വേഗം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? 75 മീറ്റർ സഞ്ചരിച്ചു 5 സെക്കൻഡ് കൊണ്ട്. അപ്പൊ ഇവിടുത്തെ വേഗം എന്താണ്? ഇവിടെ സ്പീഡ് കാണാൻ എന്താണ്? 75/5 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. രണ്ടാമത്തത് എന്താണ്? 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ ആണല്ലേ സഞ്ചരിച്ചത്. അപ്പൊ ഇവിടെ 112/7 എന്ന് വരും. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? നമുക്കിവിടെ 16 മീറ്റർ പെർ സെക്കൻഡ് എന്നാണല്ലേ കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ വേഗം 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, രണ്ടാമത്തത് 16 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ രണ്ടാമത്തെ കേസിലാണല്ലേ വേഗം കൂടുതലുള്ളത്. ഇനി വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ കേട്ടോ. വാഹനങ്ങളുടെ വേഗം അല്ലെങ്കിൽ സ്പീഡ് കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. നമ്മൾ നേരത്തെ ഓഡോമീറ്റർ പറഞ്ഞില്ലേ. എന്തായിരുന്നു ഓഡോമീറ്റർ? വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ് അല്ലെ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ എന്താണ്? സ്പീഡ് കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ, അല്ലെങ്കിൽ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ഇതുപോലെ സ്പീഡ് കാണാനുള്ള ഒരു വർക്ക് തന്നെയാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. 3 കുട്ടികൾ പങ്കെടുത്തതിന്റെ വിശദാംശങ്ങളാണ്. സ്കൂൾ കായികമേളയിൽ 3 കുട്ടികൾ പങ്കെടുത്തതിന്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരിൽ വേഗം കൂടിയ താരത്തെ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ആണ്. ദൂരം ബൈ സമയമാണ് വേഗം. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എത്രയാണ് വേഗം കിട്ടുന്നത്? എ എന്ന കുട്ടി സഞ്ചരിച്ച വേഗം 2.2 ആണ്. ബി എന്ന കുട്ടി 3.3, അതുപോലെ സി 1 ആണ് വരുന്നത്. അപ്പൊ ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ചത് ഏതാണ്? ബി എന്ന കുട്ടിയാണ് അല്ലെ. അപ്പോൾ സ്പീഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. അടുത്ത ഹെഡിങ് ആണ് സമവേഗം അസമവേഗം. ഇനി സമവേഗത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണെന്ന് പറയട്ടോ. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അസമവേഗത്തിലാണെന്ന് പറയാം. പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും അതുപോലെ പന്ത് ഉരുളുന്നതുമെല്ലാം സമവേഗത്തിലല്ലേ. ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനങ്ങളാണ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നതാണ് സമവേഗം എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്തത് ബലം എന്താണെന്ന് നോക്കാം. ഇനി എന്തൊക്കെയാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് നോക്കാം. ഒരു കൈവണ്ടിക്കാരൻ കൈവണ്ടി വലിച്ചു പോകുന്നുണ്ട് അല്ലെ. ഒരാള് കാറ് പിന്നിൽ നിന്ന് തള്ളുന്നത് കാണുന്നുണ്ട്. പിന്നെന്താണ്? ഒരു കുട്ടി വോളിബോൾ കളിക്കുന്നുണ്ട്. പിന്നെന്താണ്? ചപ്പാത്തി പരത്തുന്നത് കാണല്ലേ. പിന്നെന്താണ്? കുട്ടികൾ തമ്മിൽ ബാഡ്മിന്റൺ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ ഒരു സന്ദർഭങ്ങളിലെല്ലാം ഒരു തുള്ളൽ അല്ലെങ്കിൽ ഒരു വലിക്കൽ കാണുന്നുണ്ട് അല്ലെ. ഇതാണ് ബലം. എന്നാൽ തുള്ളുമ്പോഴും വലിക്കുമ്പോഴും മാത്രമാണോ ബലം പ്രയോഗിക്കുന്നത്? അല്ലല്ലേ. ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും അതുപോലെ ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്താണ് ബലത്തിന്റെ ഡെഫിനിഷൻ? ഒരു വസ്തുവിന്റെ ആകൃതിക്കോ അതുപോലെ അതിന്റെ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ അതുപോലെ അതിന്റെ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്ന എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത്.
അതായത് ആകൃതിക്ക് മാറ്റം വരുത്തുന്ന എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് കണ്ടില്ലേ. അതുപോലെ ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ അതുപോലെ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ അത് ചലിക്കുന്ന വസ്തുവാണെങ്കിൽ അതിന്റെ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം എന്ന് പറഞ്ഞാൽ കേട്ടോ. സമ്പർക്ക ബലം അല്ലെങ്കിൽ എന്താണ് സമ്പർക്കരഹിത ബലം, ഇതെന്താണെന്ന് നോക്കാം. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. എന്നാൽ വസ്തുവുമായിട്ട് സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഇനി ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലെ. എൻ എന്ന ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ശാസ്ത്രജ്ഞന്മാരെ പേരിന്റെ അക്ഷരങ്ങൾ കൊണ്ടൊക്കെ അക്ഷരങ്ങളാണ് യൂണിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിലാണോ അത് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തത് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താന്ന് നോക്കാം. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ചു കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായി കണ്ടിട്ടുണ്ടല്ലോ. ഇതിന് കാരണമായ ബലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് കാരണമായ ബലമാണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും ഘർഷണബലം കുറയുകയും അതുപോലെ പ്രതലത്തിന്റെ മിനുസം കുറയും തോറും ഘർഷണബലം കൂടുകയും ചെയ്യുന്നു. ഇനി ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു പരുപരുത്ത പ്രതലത്തിലൂടെ ഒരു ഭാരമുള്ളൊരു പെട്ടി നിരക്കി നീക്കുന്നതാണ് ഒന്നാമത്തെ ചിത്രത്തിലുള്ളത്. എന്നാൽ അതേ പെട്ടി തന്നെ ഒരു ടയർ ഘടിപ്പിച്ച് ട്രോളിയിൽ വെച്ച് നീക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. രണ്ടാമത്തെ ചിത്രത്തിലാണെന്ത്? പെട്ടി വേഗം നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ? ഇവിടെ ഘർഷണം കുറയുകയാണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രതലത്തിന് മിനുസം കൂടുന്തോറും ഘർഷണ ബലം കുറയുകയും അതുപോലെ മിനുസം കുറയും തോറും ഘർഷണ ബലം കൂടുകയാണല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നു. ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണല്ലേ. ഇതാണ് ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണെന്നാണ് പഠിക്കേണ്ടത്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. ഇനി ഘർഷണം നിത്യജീവിതത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോഴും അതുപോലെ ലൈറ്റർ കത്തിക്കുമ്പോഴൊക്കെ എന്താണ്? ഘർഷണ ബലമാണല്ലേ ഉണ്ടാവുന്നത്. ഘർഷണം മൂലമുള്ള പ്രയോജനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു. നമുക്ക് നടക്കാൻ കഴിയുന്നത് ഘർഷണം മൂലമാണല്ലേ. അതുപോലെ ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നതും ഘർഷണമാണ്. അപ്പോൾ വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ കഴിയുന്നതും അതുപോലെ ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നതൊക്കെ ഘർഷണ ബലം മൂലമാണ്. ഇനി ഘർഷണം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ടയറിന്റെ തേയ്മാനം അതുപോലെ കാൽമുട്ടിന്റെ തേയ്മാനം ഒക്കെ ഘർഷണം മൂലം സംഭവിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് മറ്റു ദോഷങ്ങൾ എന്തൊക്കെയാണ്? സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. അതുപോലെ യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. പിന്നെന്താണ്? വാഹനങ്ങളിലെ ഇന്ധന പാഴ്ചെലവിനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള തേയ്മാനം അതുപോലെ ഇന്ധന പാഴ്ചെലവ് തുടങ്ങിയൊക്കെ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണല്ലേ. ഇനി ഘർഷണം കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വാഹനങ്ങളുടെ ടയറിന്റെ ഉള്ളിൽ എന്തിനാണ് ബോൾ ബെയറിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇതെന്തിനാണെന്ന് വെച്ചാൽ ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണമാണിത് ഗ്രാഫൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അതുപോലെ തന്നെയാണ് മോട്ടോർ വാഹനങ്ങളിലും വിമാനങ്ങൾ തുടങ്ങിയവയിലൊക്കെ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതിന് കാരണം എന്താണ്? ഘർഷണം കുറയ്ക്കാനാണ് കേട്ടോ. ഇങ്ങനെ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്.
നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും വിമാനത്തിന്റെ രണ്ട് അഗ്രഭാഗങ്ങളും കൂർത്തിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ബോട്ടിന്റെ അഗ്രഭാഗങ്ങളും ഇങ്ങനെ കൂർത്തിരിക്കുന്നതൊക്കെ എന്താണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് എന്തിനാണ്? ഘർഷണം കുറയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. അതുപോലെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.